സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് പ്രൗഡാണ്. ജീവിത അവസാനം വരെ അത്രയും നല്ലൊരു ലൈഫാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്, ഞങ്ങളെ വളർത്തിയേക്കുന്ന രീതിയാണെങ്കിലും എല്ലാം. പക്ഷെ അച്ഛൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും തോറ്റുപോയെന്ന് തോന്നുന്നു. നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടും ചേട്ടൻ ഞങ്ങളുടെ വിട്ടുപോയി. നമുക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ കൊടുത്തു. പക്ഷെ ദൈവം ഒന്ന് വിധിച്ചേക്കുന്നത് വേറെയാണ്. ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസമല്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു 28ാമത്തെ വയസ്സ് തൊട്ട് ആ ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തു. ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരോട് ഒരു ചാനൽ തുടങ്ങിയാൽ പോരെ, ഒരു ചാനൽ തുടങ്ങിയാൽ പോരെ എന്ന് വളരെ ലാഘവത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്. ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ അത് ആൾക്കാർക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. അല്ലാതെ ഞാനിത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കാൻ പോകുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയൊരു ദുഃഖം. അത് എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ലൈഫിൽ എന്ത് വന്നാലും അവർ ഓക്കെയാണ്. ലൈഫ് ലൈനിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സിംപിളി സില്ലി തിങ്സ് ആര്യയാണ്. ആര്യയെ അറിയുന്നത് ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഉടമയായിട്ടാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരുന്നത്, ആ ജോലിയാണ് ചെയ്തിരുന്നത്. ആ ആര്യ എങ്ങനെയാണ് ഒരു യൂട്യൂബർ ആയതെന്നൊക്കെ അറിയാനായിട്ട് ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. 4th ഇയർ ഫൈനൽ ഇയർ പഠിച്ച സമയത്ത് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കായിരുന്നു എൻ്റെ കല്യാണം വന്നിട്ട്. അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോൾ റിസൾട്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിൽ പോകണോ യൂട്യൂബ് അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കാനുണ്ടായ കാരണം എന്താണ്? അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം കഴിക്കണം. അങ്ങനെ അച്ഛൻ ഭയങ്കര ദൈവവിശ്വാസിയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ജാതകത്തിൽ പിന്നെ വൈകും അങ്ങനെയൊക്കെ കണ്ടിട്ട് 21 വയസ്സായപ്പോ തന്നെ കല്യാണം കഴിച്ചു. ഒന്നും ചിന്തിച്ചിട്ടില്ല എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്നോ ഞാൻ അങ്ങനത്തെ ഉള്ളൊരു ചിന്ത വന്നിട്ട് പോലും ഇല്ല. ജസ്റ്റ് കോളേജിൽ നിന്ന് ഇറങ്ങി എക്സാം എഴുതി സെക്കൻഡ് വീക്കിൽ ആ സൺഡേ ആയിരുന്നു കല്യാണം. അതെ, അല്ലാതെ ഒന്നും അറിയില്ല. പക്ഷെ എത്തിപ്പെട്ടത് നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്തായതുകൊണ്ട് എനിക്കിപ്പോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി പോകാൻ സാധിക്കുന്നു. അല്ലാതെ പഠിച്ച സമയത്തൊന്നും ഈ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ചുമ്മാ കുട്ടികളുടെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ അതെൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് മാറുമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കൊറോണ ടൈമിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് തുടങ്ങണം എന്നുള്ളതിനെ പറ്റി ഒന്നും, എന്ത് കണ്ടന്റ് കൊടുക്കും അതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയില്ല. അപ്പോൾ അറിയാവുന്നത് കുക്കിംഗ് ആണ്. അപ്പോൾ കുക്കിംഗ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഒട്ടും വ്യൂസ് ഉണ്ടായില്ല. ഒരു 3 മാസം 4 മാസത്തോളമൊക്കെ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. പക്ഷെ അങ്ങനെ ഒരു 500 വ്യൂസ് 600 വ്യൂസൊക്കെയാണ് മാക്സിമം കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ചിന്തിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളിങ്ങനെ കോണ്ടന്റ് ടൈപ്പ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വളരെയധികം റീച്ചായിട്ട് നിൽക്കുന്ന റീത്തൂസിൻ്റെ ഒക്കെ ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയാലോ, അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു. ആകെ കോളേജ് ടൈമിൽ ഇങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ, അല്ലാതെ ഒന്നും ഒരു ഡ്രാമയോ ഒന്നും കോളേജിലൊന്നും ചെയ്തിട്ടില്ല. സാധാരണ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നല്ലാതെ ആരും ഒരു നോട്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണോ എന്ന് പോലും അല്ല. അങ്ങനത്തെ ഒരു സാധാരണ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി. സാധാരണ ഒരു അമ്മ മോളുടെ ഒരു കണ്ടന്റാണ് ആദ്യം ചെയ്തത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര വലിയ വ്യൂസ് അല്ലെങ്കിൽ ഒരു 2500 വ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്നാൽ ഇങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. ആദ്യമൊന്നും വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കുക്കിംഗ് ചാനലിലും ഭേദമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മളുടെ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റീത്തൂസൻ എൻ്റെ ചാനൽ കാണാൻ ഇടയായി. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടു. അതുപോലെ തന്നെ സുജിത് ഭക്തൻ, അത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് സുജിത് ചേട്ടന് ഒരു പിച്ചക്കാരി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തത്, അത് ഇഷ്ടപ്പെട്ടിട്ട് അതും കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടു. അങ്ങനെ ഒത്തിരി പേര് നമ്മളുടെ ചാനൽ കാണാൻ ഇടയായി. പിന്നെ ഞാൻ ഇടുന്ന കണ്ടന്റ്സിനൊക്കെ അത്യാവശ്യം എല്ലാ വീഡിയോസിനും ഒരു 1 lakh above വ്യൂസ് വരാൻ തുടങ്ങി. അങ്ങനെ ചാനൽ അത്യാവശ്യം നല്ല റീച്ചായി. ഇപ്പൊ നമ്മുടെ ചാനൽ ഒരു 13 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. ആരാണ് ഈ യൂട്യൂബ് ആദ്യമായിട്ട് തുടങ്ങി തന്നത്? ഹസ്ബൻഡ് തന്നെയാണ് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായില്ല. കാരണം ആ സമയത്തൊക്കെ ഇപ്പോഴും ഇങ്ങനെ മെയിൽ ക്യാരക്ടറും വേറെ ആരും ഇല്ല നമ്മുടെ വീഡിയോസിൽ, ഫുൾ ക്യാരക്ടറും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ജോയിന്റ് ഫാമിലി, അത് 8 ക്യാരക്ടർ ഉള്ളതൊക്കെ വരെ നമ്മൾ ഒറ്റക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടി മുതൽ ഏറ്റവും പ്രായമായിട്ടുള്ള ആൾ വരെയും ഞാൻ തന്നെ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ആൾക്കാർ കളിയാക്കോ, നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ കളിയാക്കോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആളാണ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല,
സപ്പോർട്ട് ചെയ്ത് മുന്നിൽ നിന്ന് ചെയ്തത്. പക്ഷെ അത് ഈ ആ സമയത്ത് ഫോളോവേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഈ വീഡിയോയിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ടപ്പേന്ന് എല്ലാം ഫോളോവേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? യൂട്യൂബിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒരു മിറാക്കിൾ പോലെ ഒന്നും ഫോളോവേഴ്സ് കൂടിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് തന്നെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് തന്നെയാണ് ഫോളോവേഴ്സ് കൂടിയത്. പിന്നെ ഇത് കണ്ടു തുടങ്ങിയ സമയത്ത് ഒരു 1 ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആകുന്നത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അതൊന്ന് എത്തിക്കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് രാവിലെ തുടങ്ങി സൺഡേസ് ഒക്കെ തന്നെ ഒരു ദിവസം തന്നെ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറോളം വർക്ക് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്ര എഫേർട്ടൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഫോളോവേഴ്സ് കയറിയത്. 1 ലാക്ക് വരെ എത്താൻ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾ ഒത്തിരി പേരിലോട്ട് എത്തി പെട്ടെന്ന് കയറി. ഈ കോവിഡ് ടൈമൊക്കെ മാറി പിന്നെ ജോലിക്ക് പോകണം, എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ജോലിക്ക് പോകണം എന്ന് തോന്നിയിട്ട് പിന്നെ അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നില്ലേ? ജോലിക്ക് ഞാൻ പോയായിരുന്നു. ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്തായിരുന്നു. ആ സമയത്താണ്. പക്ഷെ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങി ഓഫീസ് വർക്ക് അങ്ങനെയുള്ള ജോലിയായിരുന്നു ഇഷ്ടം. അച്ഛൻ കോൺട്രാക്ടർ ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു. അങ്ങനെ ഇതിന് പോകണം അങ്ങനത്തെ ഒരു ഒട്ടും പ്ലാനിങ് ഒന്നും അല്ലാത്തൊരു ലൈഫായിരുന്നു എൻ്റെ. അച്ഛൻ പറയുന്ന രീതിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പോവായിരുന്നു. അപ്പൊ അച്ഛൻ കോൺട്രാക്ടർ ആയതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ പഠിക്കുന്ന സമയത്തൊക്കെ ഓക്കെ അങ്ങനെ പഠിച്ചു പോയി. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അവിടെ ഒട്ടും കംഫർട്ടബിൾ ആവുന്നുണ്ടായിരുന്നില്ല. കിട്ടുന്നത് മുഴുവൻ സൈറ്റ് വർക്ക് ആയിരുന്നു. അപ്പൊ അവിടെ പോയി എല്ലാ ദിവസവും വെയിലത്ത് നിന്ന് അലഞ്ഞു തിരിഞ്ഞുള്ള ഒരു ജോലിനോടല്ല എനിക്ക് താല്പര്യം എന്നുള്ളത് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 4 കൊല്ലം ഇത്രയും പഠിച്ചിട്ട് പോകാതിരിക്കുന്നത്, വീട്ടിലിരിക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പോയി. അപ്പൊ വേറെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ സമയത്താണ് പ്രഗ്നന്റ് ആയതും. അങ്ങനെ ജോലി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ വീണ്ടും ആ സിവിൽ എഞ്ചിനീയറിംഗിലോട്ട് പോവാൻ അല്ലെങ്കിൽ അത് ബേസ്ഡ് ജോലിയിലോട്ട് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ മോളുടെ ഭാവിയാണ്, അത് പോകാതിരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അച്ഛന് ഒട്ടും താല്പര്യം ഉണ്ടായില്ല യൂട്യൂബ് തുടങ്ങുന്നതും. അച്ഛന് ഇതിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ചൊന്നും ഒട്ടും അറിയില്ലായിരുന്നു. അച്ഛൻ എപ്പോഴും ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു ജോലി, നമ്മൾ പഠിച്ച ജോലി അങ്ങനെയുള്ളതൊക്കെയാണ് കൺവിൻസ് ചെയ്തെടുക്കാൻ ഒത്തിരി 1 വർഷത്തോളം എടുത്തു. അച്ഛൻ ഒട്ടും ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്, ഇതൊക്കെ ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അച്ഛന്. പിന്നെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ എന്താ വീഡിയോസ് ചെയ്യാത്തേന്നായി ഇപ്പൊ ചോദിക്കുന്നത്, എന്താ ഇത്ര ലാഗായിട്ട് ഇടുന്നത്. അച്ഛനാണ് നമ്മുടെ ഒരു വീഡിയോ വന്നാൽ ഏറ്റവും ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് അച്ഛനാണ്. അച്ഛൻ്റെ ഗ്രൂപ്പുകളിലോട്ടും സ്റ്റാറ്റസുകളിലോട്ടും ഒക്കെ ഏറ്റവും ആദ്യം ഷെയർ ചെയ്യുന്ന അച്ഛനാണ്. ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ വിളിച്ച് വീഡിയോസ് കണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആൾക്ക് ഭയങ്കര. മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഒരു കഷ്ടപ്പാടാണ് നിങ്ങളെ ഇത്രയും ഉന്നതിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരെയാണെങ്കിലും സഹോദരനാണെങ്കിലും നന്നായിട്ട് പഠിച്ച് ഒരാൾ ഡോക്ടറും ഒരാൾ എഞ്ചിനീയറും ഒക്കെ ആയി. അപ്പം അച്ഛൻ്റെ ആ ഒരു കഷ്ടപ്പാട് തന്നെ ആയിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിച്ചതല്ലേ? അച്ഛൻ്റെ കാര്യം പറയാൻ, അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ച ഒരു ഇതിലോട്ടാക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ സാധാരണ ഒരു ഫാമിലിയിൽ തുടങ്ങിയതായിരുന്നു. ഒത്തിരി ഞങ്ങളുടെ ലൈഫിലൊക്കെ അച്ഛൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ടില്ല. രാവിലെ പോകും, രാത്രി വരും. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനോ അങ്ങനെ ഒന്നും അടക്കം വരുത്തിയിട്ടില്ല. വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും ഓർമ്മകളും. ആദ്യം കുറച്ചു കാലം നമ്മൾ കോവിഡ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ യൂട്യൂബ് ചാനലുമായിട്ട് പോയി, അത് തന്നെ ആര് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഒക്കെ വീഡിയോസൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അതിനോടുള്ള ഒരു ഭയങ്കരമായ ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. ആ സമയത്തൊക്കെ വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ചേട്ടനാണെങ്കിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പം നേരത്തെ ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഞങ്ങളെ എപ്പോഴും നല്ല രീതിയിൽ എത്താൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ്. ഫുൾ അച്ഛന് വേണ്ടി ജീവിച്ചിട്ടില്ല എന്ന് പറയില്ലേ, ഫുൾ ഫാമിലിക്ക് വേണ്ടി ജീവിച്ചേക്കുന്ന രീതിയിലാണ് അച്ഛനെ ഞങ്ങൾ കണ്ടേക്കുന്നത്. എനിക്കൊരു നെഗറ്റീവ് പോലും പറയാനില്ല അച്ഛനെ കുറിച്ച്. എല്ലാവരും പഴയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് പ്രൗഡാണ് ജീവിത അവസാനം വരെ. അത്രയും നല്ലൊരു ലൈഫാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്, ഞങ്ങളെ വളർത്തിയേക്കുന്ന രീതിയാണെങ്കിലും എല്ലാം. അപ്പോൾ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെ ഒരാളെ ഡോക്ടറാക്കി ഒരാളെ എഞ്ചിനീയർ ആക്കി. അപ്പം അച്ഛൻ ചെയ്യാവുന്ന രീതിയിൽ അച്ഛനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും തോറ്റുപോയെന്ന് തോന്നുന്നു. ഇത്രയും ഒക്കെ നമ്മൾ ചെയ്തിട്ടും നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടും ചേട്ടൻ ഞങ്ങളുടെ വിട്ടുപോയി.
കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സമ്പാദിച്ചത് വെച്ചിട്ട് എല്ലാ ട്രീറ്റ്മെന്റും നമുക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി ആൾക്കാർ സങ്കടപ്പെടുന്ന കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് വന്നാനേ എന്നുള്ളത്. അത് ചെയ്യാൻ പറ്റിയില്ല. അതും ആ രീതിയിൽ അച്ഛൻ എല്ലാം എന്ത് വേണമെങ്കിൽ കൊടുത്ത് എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയാനും നമുക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ കൊടുത്തു. പക്ഷെ ദൈവം ഒന്ന് വിധിച്ചേക്കുന്ന വേറെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും, എനിക്ക് ഈ ലൈഫിൽ ഒരു രീതിയിലുള്ള സങ്കടങ്ങളും സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒന്നിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല, ഒന്നിനെ കുറിച്ച് എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ ഒത്തിരി പേര് അവരുടെ ലൈഫിലെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തേക്കുന്ന സമയങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെയെങ്കിലും വന്ന് നിന്ന് എൻ്റെ ലൈഫിനെ പറ്റി ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് അത്രയും ഞാൻ കംഫർട്ടബിളും ഭയങ്കര ലക്ഷറിയസ് ലൈഫൊന്നും അല്ലായിരുന്നെങ്കിലും വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നതും ഒരു സ്ട്രഗിളിനെ പറ്റി പറയാൻ എനിക്കില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 28ാമത്തെ വയസ്സ് തൊട്ട് ആ ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തു, അത്രയും ജീവിതം പഠിച്ചു എന്ന് പറയില്ലേ. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടു. ഇതൊന്നും അല്ല, കാര്യങ്ങൾ വേറെ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ സ്ട്രഗിൾസ് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഹെൽത്താണ്, കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇത്രയും പ്രൗഡായിട്ട് ഞാൻ നോക്കി കണ്ടുകൊണ്ടിരുന്ന അച്ഛൻ ഇങ്ങനെ തകർന്ന് ഇരിക്കുന്ന സമയവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആളിപ്പോൾ പിന്നെയും ഓക്കെ വരുന്നുണ്ട്. ആ സമയത്ത് അച്ഛനെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആര്യയുടെയും കൂടെ ഒരു കടമയായിരുന്നു. ആര്യ ഹസ്ബൻഡും കൂടെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് രണ്ടാമത് ഇതെല്ലാം പൊക്കിക്കൊണ്ട് വന്ന് ഫാമിലി ഒന്ന് ബാക്ക് ബോൺ ആയിട്ട് നിന്നത് എങ്ങനെയാണ്? ഹസ്ബൻഡ് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അച്ഛൻ കോൺട്രാക്ട് വർക്കൊക്കെ നിർത്തിയതായിരുന്നു, ഇനി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ, ഇനി എന്തിനാ ഞാൻ ചെയ്തിട്ട് എന്നുള്ള രീതിയിലൊരു ഇതാണ്. ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കുമല്ലോ മക്കളെ വളർത്തി ഇത്രയും ഒരു ഡോക്ടറാക്കുക എന്നൊക്കെ പറയുമ്പോൾ. ആള് കല്യാണം കഴിച്ചു ഒരു 6 മാസമുള്ള ഒരു കുട്ടി ഉണ്ടായ സമയത്താണ് ചേട്ടൻ പോയത്. അപ്പോൾ അച്ഛനെല്ലാം കൂടി ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ള രീതിയിൽ തന്നെ രണ്ടുപേരും അങ്ങനെ ആയിപ്പോയായിരുന്നു. പിന്നെ ഹസ്ബൻഡും ഞാനും ഒരുപാട് പറഞ്ഞിട്ടാണ് അച്ഛൻ പിന്നെ വർക്കിലോട്ടൊക്കെ ഇറങ്ങി കുറച്ചും കൂടി എൻഗേജ്ഡ് ആയി. അങ്ങനെ ഇപ്പോ അവര് ഇപ്പൊ എനിക്ക് ഒരു രണ്ടാമതൊരു കുട്ടി വന്നു. അപ്പൊ അവര് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയി. എപ്പോഴും അവിടെ കൊണ്ട് നിർത്തുമ്പോൾ അവര് ആ രീതിയിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം അവരത്രയും അനുഭവിച്ചു അവരുടെ ലൈഫിൽ. ഒരു ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ദുഃഖമാണ് ദൈവം കൊടുത്തത്. ഒരു ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയൊരു ദുഃഖം. അത് എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ലൈഫിൽ എന്ത് വന്നാലും അവർ ഓക്കെയാണ്. അപ്പൊ ഇനി ഉള്ള സമയം മാക്സിമം അവർക്ക് എന്ത് രീതിയിൽ ഹാപ്പിനെസ് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ഉയർച്ചയല്ലേ, എനിക്ക് ഞാൻ മാത്രമല്ലേ അവർക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ഉയർച്ച കാണിക്കുമ്പോഴല്ലേ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട് അവരെ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട്. ആര്യ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേശ്ശെ കാലങ്ങൾക്കുള്ളിൽ ജീവിതം എന്താണെന്ന് പഠിച്ചു. അപ്പം ജീവിതത്തോടുള്ള ആര്യയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജൊക്കെ കടന്നിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലേക്കൊക്കെ മുന്നോട്ട് വന്നത്? അത് ഈ സമയത്ത് നമ്മൾ യൂട്യൂബും നിർത്തിയതായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ജോലി പോലെ അല്ല. നമ്മൾ വളരെ ചിരിച്ചും കളിച്ചും ചെയ്താലല്ലേ അത് ഫ്രണ്ടിലോട്ട് വരുള്ളൂ. നമ്മൾ ആക്ട് ചെയ്യാണല്ലോ, അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മൈൻഡ് അത്രയും ഡൗൺ ആണെങ്കിൽ നമുക്ക് എത്ര രീതിയിലും അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ എനിക്ക് ഇനി ഒരിക്കലും ഈ ഒരു ഇത് സാധാരണ ഒരു ജോലിക്കല്ലാതെ ഈ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയായിരുന്നു. അങ്ങനെ ഈ സംഭവമൊക്കെ വന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെയും എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത് ഹസ്ബൻഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും ലാഗായിട്ട് വീഡിയോ ഇട്ടിട്ടും പണ്ടത്തെ പോലെ തന്നെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വ്യൂസ് വന്നു. അതാണ് എനിക്ക് പിന്നെ അത് തകർന്നു പോയിരുന്നെങ്കിൽ പിന്നെയും അത് എടുക്കാൻ. അപ്പൊ ആളുകളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അത് ഒരു ബ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതല്ല, നമ്മൾ എത്രയും ലാഗായിട്ട് ഇട്ടാലും ആളുകൾ അത് കാണുന്നുണ്ട്. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ വ്യൂസ് പോകുന്നുള്ളതുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇടുമ്പോഴത്തേക്കും ആളുകൾ പഴയ സ്നേഹത്തോടെ തന്നെ എന്താ ചേച്ചി വീഡിയോസ് ഇടാത്തെ, അത് കാണുമ്പോൾ എനിക്ക് ചെയ്യണം എന്നുള്ളത് തോന്നി. അങ്ങനെ പിന്നെ രണ്ടാമത് റീബിൽഡ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ എന്നാ സാരമില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എത്രത്തോളം കഷ്ടപ്പാടാണ് എന്നുള്ളത് കാര്യം ചെയ്ത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് അത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? അതെനിക്ക് ഡയറക്റ്റും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരോട് ഒരു ചാനൽ തുടങ്ങിയാൽ പോരെ എന്ന് വളരെ ലാഘവത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്.
ഉണ്ട്. ചാനൽ നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ സാധിക്കും, പക്ഷെ അതിലേക്ക് ആളുകൾ കൊണ്ടുവരിക, വ്യൂസ് കൊണ്ടുവരിക, ആ ചാനൽ ഒന്ന് റീച്ച് ആക്കി എടുക്കണമെങ്കിൽ അത് തുടങ്ങിയാൽ മാത്രമേ. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാം, തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണില്ല. ഇപ്പോഴത്തെ ഒരു തലമുറ സംബന്ധിച്ചിട്ട് ഒട്ടും കാണില്ല. അത്യാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അപ്പൊ എല്ലാവർക്കും ചാനൽ തുടങ്ങാൻ പറ്റും. അത് റീച്ചിലോട്ട് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ടാലേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഭയങ്കര ഈസി ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലല്ലേ അതിന്റെ ഇത് എഫേർട്ട് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. എനിക്ക് ഡയറക്റ്റും എന്റെ മുമ്പിൽ വെച്ച് ഒത്തിരി പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒരു ചാനൽ തുടങ്ങുക എന്നുള്ള രീതിക്ക്. നിങ്ങൾ രണ്ടുപേരുടെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെ രണ്ടുപേരുടെയും പ്രൊഫഷനൊക്കെ വേറെ ആയിരുന്നു. അപ്പം എങ്ങനെ ഈ എഡിറ്റിംഗ്, അദ്ദേഹം ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാ പിന്നീട് പഠിച്ചെടുത്തതൊക്കെ, അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ? ആളെല്ലാം യൂട്യൂബിൽ നോക്കി തന്നെയാണ് പഠിച്ചേക്കുന്നത്. എന്ത് കാര്യമാണോ പഠിക്കുന്നത് അത് യൂട്യൂബിൽ പോയിരുന്ന് അതിന്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ആളെല്ലാം അത് നല്ല രീതിക്ക് ചെയ്യും. അതും ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഒരാൾ ആക്ട് ചെയ്യുമ്പോൾ ഒരാൾ അത് നല്ല രീതിക്ക് എഡിറ്റ് ചെയ്ത് അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണല്ലോ അതൊരു വിഷ്വൽ ട്രീറ്റ് പോലെ ആവുന്നത്. ഇപ്പം ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ആര് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. ഈ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ വരും. ഇന്നലെ നിങ്ങൾ എന്നെയാണല്ലോ, എന്നെ ഉദ്ദേശിച്ചല്ലേ ചെയ്ത, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഓരോ അമ്മായിമാരുടെ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും പറയും, നീ ഇത് എന്നെ ഉദ്ദേശിച്ചാണോ ചെയ്തത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഒത്തിരി കുട്ടികളാണ് വരാറുള്ളത്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പൊ അവരുടെ പാരന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടർ എന്റെ വീട്ടിലുണ്ട്, അതെ അതുപോലെ തന്നെ എനിക്ക് തോന്നി, എനിക്കത് കണ്ടിട്ട് സ്റ്റാറ്റസ് ഇടാൻ തോന്നി, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര് വന്ന് സംസാരിക്കും. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോ പൊതു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി 1-2 പേരാണെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഈ കളിയാക്കിയ ആൾക്കാരും വിമർശിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ലൈഫില്, അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു മധുരകരമായ ഒരു മറുപടി ആയിരിക്കുമല്ലോ ഈ ഒരു ചാനൽ വന്ന് ഇപ്പം ഒരു എന്റർപ്രണർ ആയി. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? വെച്ചാൽ ഞാനൊന്നും ആരോടും പറയാറില്ല. നമ്മുടെ വീഡിയോസിലൂടെ തന്നെ എല്ലാവർക്കും മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഡയറക്റ്റ് ചെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അന്ന് തിരിഞ്ഞ് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരിക്കാറുള്ളത്. അപ്പൊ അവര് തന്നെ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണല്ലോ. ആദ്യം ആര്യനെ ഞങ്ങള് യൂട്യൂബിലൂടെ കണ്ടു, ഇങ്ങനെ കുറെ കഥാപാത്രങ്ങളായിട്ടൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു ദിവസം ആര്യ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി. അപ്പം ഒരു ചുരിദാറൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ദിവസം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, വിൽക്കാൻ പോവാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. എന്നിട്ട് പെട്ടെന്നാണ് ഒരു 4 മാസം കൊണ്ടായിരിക്കും ഒരുപാട് പേര് വന്നു ആരുടെ ചാനലിലേക്ക്. ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു? ഈ ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസമല്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾക്ക് യൂട്യൂബ് ചാനലായിട്ട് വേറെ ക്ലോത്തിങ് ബ്രാൻഡിന് തുടങ്ങിയിട്ടില്ല. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടു എന്നല്ലാതെ വേറെ യൂട്യൂബിലൊന്നും നമ്മൾ ഇതിനെപ്പറ്റി ഇട്ടിട്ടില്ല. നമുക്ക് ഇൻസ്റ്റയിൽ വേറൊരു പേജ് തുടങ്ങി. അപ്പൊ അങ്ങനെ തുടങ്ങിയ സമയത്ത് ഈ യൂട്യൂബിൽ ഇങ്ങനെ ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ തുടങ്ങി എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. അപ്പൊ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഫോളോവേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങള് സാധാരണക്കാർ തന്നെയാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പെട്ടെന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റീച്ച് ആവില്ല, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതേപോലെ തന്നെ തുടങ്ങിയതാണ്. ആരും അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ റീച്ച് ആക്കി എടുത്തത്. അതേപോലെ തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾക്ക് കാര്യങ്ങൾ ഈസിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാവുന്നതുകൊണ്ട് ആളുകൾ വീഡിയോസ് കാണുമായിരിക്കും. പക്ഷെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ അത് ആൾക്കാർക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. അല്ലാതെ ഞാനിത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് ഫസ്റ്റത്തെ വീഡിയോ 1 മില്യൺ വ്യൂ പോയായിരുന്നു. കാരണം ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, 2-3 ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട സമയത്ത് അങ്ങനെ വലിയ റീച്ചോ സെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് സ്ട്രഗിൾസിന്റെ ബാക്കിലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് യൂണിറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു യൂണിറ്റ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിലൊരു യൂണിറ്റ് കണ്ടുപിടിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. തുടങ്ങിയ സമയത്ത് പക്ഷെ നമുക്ക് വേണ്ട രീതിക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സാധനങ്ങൾ കൊടുക്കണമല്ലോ. പക്ഷെ അത് അവർക്കും വേറെ ബുട്ടിക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മളുടെ രീതിക്ക് അത് നമ്മളെപ്പോഴും ഒരു സെക്കൻഡറി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ സാധനങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഇതിന്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് തുടങ്ങുന്നത്.
അപ്പോഴാണ് നമുക്ക് ഒരു 5-6 ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒരുമിച്ച് ഇടാൻ തുടങ്ങിയത്. അപ്പൊ അപ്പൊ തൊട്ടാണ് ക്ലോത്തിങ് ബ്രാൻഡ് റീച്ച് ആവാൻ തുടങ്ങിയത്. പെട്ടെന്ന് ഒരു ദിവസമാണ് ആ ഒരു 7 കാഷ്വൽ ഫിറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടതാണ്. പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയില്ല, ഒരു ദിവസം കൊണ്ട് 40K ഫോളോവേഴ്സ് ഒക്കെ നമ്മുടെ പേജിൽ കയറി. അങ്ങനെയാണ് സെയിൽസ് വരാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു യൂട്യൂബർ ആയതുകൊണ്ടോ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടോ ഇപ്പൊ ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയത് കൊണ്ട് സെയിൽസ് ഉണ്ടാവണം എന്നില്ല. നമ്മൾ അതിൽ നല്ലോണം എഫേർട്ട് ഇട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് പറ്റുന്ന പ്രൈസിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ കൊടുക്കാൻ പറ്റുക. അതിപ്പോ ഇൻഫ്ലുവൻസർ ആവണമെന്നില്ല, നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ടാൽ എല്ലാവർക്കും സാധിക്കും. ഇപ്പം ഇത് ആർക്കും ഒട്ടും അറിയില്ലാത്തൊരു ഫീൽഡായിരുന്നു ബിസിനസ് എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇത് എങ്ങനെയാണ് വിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കേണ്ടത്, അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടില്ലേ? ഉണ്ട്, നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബിസിനസ് ഫീൽഡിന്റെ ഹസ്ബൻഡ് ബിസിനസ് ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ആളാണ് അതിന്റെ പുറകിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എവിടെ നിന്ന് എടുത്താൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ ക്ലോത്തിങ് ബ്രാൻഡിന്റെ കാര്യത്തിൽ വെച്ചിട്ട് ഒരു അറിവില്ലായിരുന്നു. അന്വേഷിച്ചിറങ്ങി ഓരോ കാര്യത്തിനും വേണ്ടി അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചത്. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം ഇത് തുടങ്ങുന്ന സമയത്ത് ബ്രോഡ്വേയിലൊക്കെ പോയി 2-3 പേരോട് ചോദിച്ചപ്പോഴൊന്നും എല്ലാവരും കൈമലത്തി കാണിച്ചല്ലാതെ ഒന്നും പറഞ്ഞു തന്നില്ല. ഒരു ഇൻഫർമേഷൻ ഒരാളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ തന്നെ എറണാകുളം ബ്രോഡ്വേയിൽ ഇറങ്ങി ഒരു ദിവസം ഫുള്ള് കടയായ കട മുഴുവനും കയറി ഇറങ്ങിയാണ് ഫാബ്രിക് ആദ്യം പർച്ചേസ് ചെയ്തത്. ഒരു 1 lakh റുപ്പീസിന്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ മിക്ക ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ബിസിനസിന്റെ സീക്രട്ട് അവർ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന്. ആർക്കും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാവില്ലേ, എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ, ഇത് എവിടുന്ന എടുത്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ടല്ലോ. നമ്മളുടെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പേജ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന, നമ്മളെങ്ങനെയാണ് വെബ്സൈറ്റ് തുടങ്ങിയത്, നമ്മളെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഇപ്പോൾ കൊറിയർ ബാഗും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഫോൺ നമ്പർ വരെ നമ്മളെല്ലാം ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ, ചോദിച്ച ആൾക്കാർ പറയാത്ത കാര്യങ്ങൾ അന്നേ ഞാൻ വിചാരിച്ചതാണ് നമ്മളുടെ പേജിലൂടെ ഒത്തിരി പേർക്ക് അത് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടിട്ട് ഒത്തിരി പേര് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. കൊടുത്താലല്ലേ നമുക്ക് തിരിച്ചു കിട്ടും. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ ക്ലോത്ത് എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഞാനും അത് ചെയ്യുമ്പോഴത്തേക്ക് അത് സക്സസ് ആവുമോ അല്ലെങ്കിൽ ഫെയിൽ ആവുമോ, എങ്ങനെയാണ് ഈ ക്ലോത്തിനോടുള്ള ഒരു ഇത് വരുന്നത്, എങ്ങനെ അത് തിരഞ്ഞെടുക്കാൻ തോന്നിയത്? ക്ലോത്തിനോടൊരു ഇത് വരുന്നത് എൻ്റെ ഇഷ്ടം തന്നെയാണ്. എനിക്ക് ഭയങ്കര, എത്ര ഒരു ഫാബ്രിക് കണ്ടാലോ എത്ര നേരം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ ഞാൻ റെഡിയാണ്. അതിനുവേണ്ടി എനിക്കൊരു ടയർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. അപ്പം തന്നെ എൻ്റെ ഒരു ഫീൽഡ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ വേറൊരാളുകൾ ഇപ്പം റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അത് വിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് അതിൽ വേണം എന്നുള്ള രീതി, അതായത് ഞാൻ സെലക്ട് ചെയ്യുന്ന ഫാബ്രിക്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഡിസൈൻസ് സെല് ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. ആ ഒരു അത് തന്നെ വേണം എന്നുണ്ടായിരുന്നു. അല്ലാതെ റെഡിമെയ്ഡ് എടുത്ത് സെയിൽ ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഫാബ്രിക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവും എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഫസ്റ്റ് നമ്മൾ ഇറക്കിയത് ഒരു 8 പാറ്റേൺസ് ആയിരുന്നു. ആ 8 പാറ്റേൺസിനും അത്യാവശ്യം നല്ല രീതിയിൽ അപ്രിസിയേഷൻ കിട്ടി. എല്ലാവരും വാങ്ങിച്ചു. എന്താ പറയാ, സോൾഡ് ഔട്ട് ആയി എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടി, ആളുകൾക്ക് എൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നോക്കാം. അല്ലാതെ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് സെല് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ അധികം ആളുകളൊന്നും വന്ന് വാങ്ങിക്കാനൊന്നും വരില്ല. അപ്പൊ ആ സമയത്ത് ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിത് വേണോ അല്ലെ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അധികം ആൾക്കാർ വാങ്ങിക്കാതെ വെച്ചാൽ ഈ സംഭവം റീച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ഡ്രസ്സൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പൊ നമുക്ക് ഇടാനായിട്ട് സാധനങ്ങളില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര സെയിൽ കുറവ്, 2-3 ഡ്രസ്സൊക്കെയാണ് ഒരു ദിവസം പോകുന്നത്. അങ്ങനെ പോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എബിച്ചിനോട് ചോദിച്ചു, ഇങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. പുറത്ത് കൊടുത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെ ലാഗായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അത് അവരൊത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് ഓണായിട്ടുള്ളൊരു വേറെ ബുട്ടിക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ ചെയ്തു തരാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ്. അപ്പോൾ പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയത്. പക്ഷെ ആ ഒരു രീതിക്കുള്ള സെയിലൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. 2 ഔട്ട്ഫിറ്റ് പോകുക, 3 അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ റീസെല്ലിങ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്
ഇതെടുത്ത് ഓർഡർ എടുത്തിട്ട് തയ്ച്ചു കൊടുക്കുക, എന്തായാലും ഇത് നിർത്തണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഒരു 7 ഔട്ട്ഫിറ്റ് ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അത് പിന്നെ എന്നെ ബാക്കിലോട്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇത്രയും നാളും വരെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് എല്ലാം ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട്. ആര്യയുടെ ഒരു ബിസിനസ് സക്സസിന്റെ രഹസ്യം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ ഇപ്പം വീഡിയോസ് ഇടണം, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്നാണ് ഈ സമയം കിട്ടുന്നത് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ? എങ്ങനെയാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഹസ്ബൻഡും കൂടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 മക്കളുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയുടെ സപ്പോർട്ട് നല്ല രീതിക്കുണ്ട്. അപ്പോൾ 2 വീട്ടിലും നിർത്തും. അപ്പോൾ കുട്ടികളുടെ കാര്യം അവർ നോക്കിക്കോളും. പിന്നെ രാവിലെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാറ്റേൺ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പം ഇത് തുടങ്ങിയത് കൊണ്ട് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും കൂടി ഒന്ന് പൊക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സമയം ഉണ്ടാവുന്നു. എല്ലാത്തിനും ആർക്കും സമയം ഇല്ലാതെ ഒന്നുമില്ല. നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ടുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്തത് ഇന്ന കാര്യം കൊണ്ടാണ്, ഇന്ന കാര്യം കൊണ്ടാണ്. അത് മാറ്റി വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ യൂട്യൂബ് ചാനലുണ്ട്, ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. ഇനി അടുത്ത എന്താണ് ആര്യയുടെ ഒരു മനസ്സിലുള്ളത്? ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് ഒരാഗ്രഹം? ഇതിപ്പോ ഒരു കംപ്ലീറ്റ് സക്സസ് ഒന്നും ആയിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മന്ത് ആവുന്നതേ ഉള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്. ഇത്രയൊന്നും പോരാ. ഇപ്പം നമ്മൾ കാഷ്വൽ ഫിറ്റ്സും കാര്യങ്ങളാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരും. അതുപോലെ തന്നെ ഒത്തിരി അമ്മമാർ ഈ മെറ്റേണിറ്റി ഡ്രസ്സ് കൊണ്ടുവരാൻ ഒത്തിരി പേര് പറയുന്നുണ്ട്. കാരണം നമ്മുടെ പാറ്റേൺസ് ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവർക്ക് പറ്റുന്ന റേഞ്ചിൽ ഇപ്പോൾ ഒരു മെറ്റേണിറ്റി ക്ലോത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് രീതിയിൽ എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും, അവർക്കും കൂടി അഫോർഡബിൾ ആണ്, അങ്ങനെ അത് കൊണ്ടുവരണമെന്നുണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്, ഹാൻഡ് ബിറ്റ് സാരി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞങ്ങൾ. ഇപ്പൊ കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം എല്ലാം ബാലേന്ദ്രമേനോൻ പറഞ്ഞ പോലെ തന്നെയാണ് ആര്യയുടെ കാര്യം. അപ്പൊ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും ആർക്കായാലും എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ ഉയർന്നു വരണോ, എന്തെങ്കിലും ചെയ്യണോ, അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആര്യ എന്ന് തന്നെ പറയുന്നത്. താങ്ക് യു.